ഫ്രാൻസിൽ വൻ കാട്ടുതീ കാപ്ഫെറെ മേഖലയിൽ നിന്നും 40,000-ഓളം ആളുകളെ ഒഴിപ്പിച്ചു. ആഡംബര വില്ലകളും ആയിരക്കണക്കിന് ഹെക്ടർ വനഭൂമിയും ചാമ്പലായി. അടിയന്തര സഹായം തേടി മാക്രോൺ. തെരുവിൽ വൻ ഗതാഗതക്കുരുക്ക്. ബോട്ടുകളിലും കാറുകളിലും പ്രാണരക്ഷാർത്ഥം പാഞ്ഞ് ബ്രിട്ടീഷ് ടൂറിസ്റ്റുകൾ. ഫ്രാൻസ് കത്തുന്നു. വിതുമ്പി സഞ്ചാരികൾ. തെക്കുപടിഞ്ഞാറൻ ഫ്രാൻസിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ കാപ്ഫെറെ പ്ലീനുകളിൽ പടർന്നുപിടിച്ച കാട്ടുതീ സർവനാശം വിതച്ചുകൊണ്ട് ആളിപ്പടരുന്നു. 10,000-കണക്കിന് ഹെക്ടർ പൈൻ കാടുകളും കോടികൾ വിലമതിക്കുന്ന ആഡംബര വില്ലകളും കാട്ടുതീ വിഴുങ്ങിയതോടെ മേഖലയിൽ നിന്നും പ്രാണരക്ഷാർത്ഥം 10,000-കണക്കിന് ആളുകളാണ് പലായനം ചെയ്യുന്നത്. സാമോസിലും ജിറോണ്ടിലും ചൊവ്വാഴ്ച ആരംഭിച്ച തീപിടുത്തം ദിവസങ്ങൾ പിന്നിടുമ്പോഴും പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. 10,000 ഹെക്ടറിലധികം പ്രകൃതിരമണീയമായ ഭൂമിയാണ് ഇതിനകം അഗ്നിക്കിരയായത്. 40,000-ഓളം വരുന്ന വിനോദസഞ്ചാരികളെയും പ്രദേശവാസികളെയും ഇതിനകം തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. മേഖലയിലെ 80-ഓളം വീടുകൾ കത്തി നശിച്ചതിൽ 50-ലധികം വില്ലകൾ പൂർണ്ണമായും ചാമ്പലായി. ഇതിനിടെ കത്തുന്ന വീടിനുള്ളിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഒരു അഗ്നിശമന സേനാംഗത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഫ്രാൻസിന്റെ ഹാംപ്റ്റൺസ് എന്നറിയപ്പെടുന്ന ഈ ആഡംബര തീരപ്രദേശത്ത് രാത്രിയിൽ എമർജൻസി മെസ്സേജുകളും സൈറണുകളും മുഴങ്ങിയതോടെയാണ് ഉറങ്ങിക്കിടന്ന വിനോദസഞ്ചാരികൾ നടുക്കത്തോടെ ഉണർന്നത്. പ്രകൃതിരമണീയമായ പൈൻ കാടുകളും കടൽ തീരങ്ങളും പുകപടലങ്ങളാൽ മൂടപ്പെടുകയും ആകാശത്തു നിന്നും ചാരമഴ പെയ്യാൻ തുടങ്ങുകയും ചെയ്തതോടെ വാഹനങ്ങളിലും ബോട്ടുകളിലുമായി ആളുകൾ പ്രദേശം വിട്ടു. സുരക്ഷിതമായി പുറത്തു കടക്കാനുള്ള ഏക പ്രധാന റോഡിൽ കിലോമീറ്ററുകളോളം നീളുന്ന വാഹനനിരയാണ് പ്രത്യക്ഷപ്പെട്ടത്. ജനവാസം കുറഞ്ഞ നിശബ്ദമായ ഈ തീരദേശ ഗ്രാമം മണിക്കൂറുകൾക്കുള്ളിൽ യുദ്ധക്കളത്തിന് സമാനമായ ഭീതിജനകമായ അന്തരീക്ഷത്തിലേക്ക് മാറി. പലരും തങ്ങളുടെ സൈക്കിളുകളും മറ്റു വസ്തുക്കളും വഴിയിൽ ഉപേക്ഷിച്ചാണ് ജീവനും കൊണ്ട് ഓടിയത്. കാട്ടുതീ പടരുന്ന സാഹചര്യത്തിൽ പെനിൻസുലയിൽ നിന്നുള്ള ആളുകളെ അടിയന്തരമായി ഒഴിപ്പിക്കാൻ അധികാരികൾ ഉത്തരവിട്ടിട്ടുണ്ട്. ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കാട്ടുതീ ദുരന്തങ്ങളിലൊന്നിനാണ് ഫ്രാൻസ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. സ്ഥിതിഗതികൾ കൈവിട്ടുപോയതോടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ യൂറോപ്യൻ യൂണിയനോട് അടിയന്തര സഹായം അപേക്ഷിച്ചിട്ടുണ്ട്. ക്രൊയേഷ്യ, പോർച്ചുഗൽ, ചെക്ക് റിപ്പബ്ലിക്, സ്ലോവാക്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രത്യേക അഗ്നിശമന വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിനായി ഫ്രാൻസിലെത്തും. അപ്പോക്കലിപ്റ്റ് അഥവാ ലോകാവസാനത്തിന് സമാനമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് പ്രാദേശിക ജനങ്ങൾ പറയുന്നു. വേനൽക്കാലത്ത് ലക്ഷക്കണക്കിന് സഞ്ചാരികൾ എത്തുന്ന ഈ മനോഹര തീരം വീണ്ടെടുക്കാനാകാത്ത വിധം നശിച്ചു പോയതിന്റെ വൻ നടുക്കത്തിലാണ് വിനോദസഞ്ചാരികളും വിദേശ സഞ്ചാരികളും. ഫ്രഞ്ച് ജനതയും കാലാവസ്ഥ വ്യതിയാനം സൃഷ്ടിക്കുന്ന കടുത്ത പ്രകൃതി ദുരന്തങ്ങളുടെ നേർക്കാഴ്ചയായി മാറുകയാണ് ഫ്രാൻസിലെ ഈ വൻ കാട്ടുതീ.